സ്വാഗതം. പ്രധാന വാർത്തകൾ. വീണ പോയത് ആശമാരുടെ കാര്യം പറയാനല്ല. ഡൽഹി യാത്ര ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്നുറപ്പില്ലെന്ന് വീണ ജോർജ്. വീണ്ടും പറ്റിച്ചെന്ന ആശമാർ. ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം. കൊല്ലത്ത് ആശാവർക്കർക്ക് CPM കൗൺസിലറുടെ ഭീഷണി. കണ്ണിൽ ചോരയില്ലാതെ കേരള ബാങ്ക്. കാസർഗോഡ് നീലേശ്വരത്ത് കുടുംബത്തെ വീട്ടിൽ നിന്നിറക്കി വിട്ടു. വയോധികയും കൈക്കുഞ്ഞുമടങ്ങുന്നവർ പെരുവഴിയിൽ. വീട് ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വെറും വെറുതെ. വിവരാകാശത്തിന് പോലും മറുപടി നൽകാതെ സഹകരണ വകുപ്പ്. ജനം ബ്രേക്കിംഗ്. SDPI കേന്ദ്രങ്ങൾ കയറി വീണ്ടും ED. കോട്ടയത്തും ഒറ്റപ്പാലത്തും പരിശോധന. റെയ്ഡ് MK ഫൈസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. വാക്ചാരൻ ബംഗളൂരുവിൽ അറസ്റ്റിൽ. പിടിയിലായത് ഭൽ ജീവനക്കാരൻ ദീപരാജ് ചന്ദ്രൻ. പ്രതിരോധ രഹസ്യം ചോർത്താൻ ശ്രമിച്ചെന്ന് കണ്ടെത്തൽ. ഷാബാസ് ഷെരീഫ് കൊലക്കേസിൽ 3 പ്രതികൾ കുറ്റക്കാർ. കുറ്റം തെളിഞ്ഞെന്ന് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. എറണാകുളത്ത് സഹോദരിമാർക്ക് പീഡനം. 10-12 വയസ്സുകാരെ പീഡിപ്പിച്ച് അമ്മയുടെ ആൺ സുഹൃത്ത്. 2 വർഷത്തോളമായി പീഡനമെന്ന് പരാതി. പ്രതി ധനേഷ് കസ്റ്റഡിയിൽ. ഗുരുവായൂരിലെ തുളസിത്തറ അവഹേളനത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയിലൂടെ ഹൈന്ദവ വികാരങ്ങൾ വ്രണപ്പെടുത്തി. അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നും കോടതി. പോലീസ് സേനയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് സംസ്ഥാനം വകമാറ്റിയോ? പരിശോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലേക്ക്. രാഷ്ട്രീയ വേട്ടയാടലിൽ പോലീസിൽ മുറുമുറുപ്പ്. കണ്ണൂരിൽ CPMക്കാരെ അറസ്റ്റ് ചെയ്ത SIമാരെ സ്ഥലം മാറ്റിയതിൽ പരസ്യ അതൃപ്തി. ഭാരതം സ്ക്വാഡിലേക്ക്. അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യത്തിലേക്ക് ക്ഷണിച്ച ഫിലിപ്പീൻസ്. ലക്ഷ്യം ദക്ഷിണ ചൈന കടലിലെ ചൈനീസ് ആധിപത്യം പ്രതിരോധിക്കൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. ആദ്യഘട്ടമായി ഇന്ന് 3 നേതാക്കളാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന് രൂക്ഷ വിമർശനവുമായി ആശമാർ രംഗത്തെത്തി. വീണ ജോർജിന്റെ ഡൽഹി യാത്ര ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാനെന്നും മന്ത്രി കേരളത്തിലെ ജനതയെ പറ്റിച്ചെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, സമരത്തിന് പുതിയ മുഖം കൈവരുന്നു. പ്രതിഷേധ സമരത്തിൽ നിന്ന് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക്. ആദ്യം അതിനെക്കുറിച്ച്. കൃഷ്ണരാജ്, വലിയ പിന്തുണ, ഒപ്പം തന്നെ അണങ്ങാത്ത ഒരു പ്രതിഷേധം, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം മുതൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആശാ വർക്കേഴ്സ് അവരുടെ സമരത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 3 പേരാണ് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു അടക്കമുള്ളവർ. കൃത്യമായി 3 പേർ ഈ സമരത്തിൽ ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിച്ചിരിക്കുന്നു. ഇവർക്ക് പിന്നാലെ കൂടുതൽ പ്രവർത്തകർ ഈ നിരാഹാര സമരത്തിലേക്ക് വരും. ഇപ്പോൾ 3 പേർ മാത്രമാണ്. അവർക്ക് കിടക്കാനുള്ള കട്ടിലുകളൊക്കെ ഒരുക്കി ഇവിടെ കാര്യങ്ങൾ നിരാഹാര സമരം അങ്ങനെ ഇതിൽ തുടരുകയാണ്. പിന്തുണയുമായി ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ വീണ്ടും ഇവിടേക്ക് എത്തുന്നുണ്ട്. അല്പം മുൻപ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇവിടെ എത്തി ആശമാരെ കണ്ടു മടങ്ങിയിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം
ഇപ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. കാരണം എടുത്തു പറയേണ്ടത് ഇത്രയധികം ആവശ്യങ്ങൾ, ഇത്രയധികം ദിവസം, ഈ 39 ദിവസത്തെ ഈ സമരം അത് നിരാഹാരത്തിലേക്ക് പോകുമ്പോഴും മുഖ്യമന്ത്രി ഇവരെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിലപാടുകൾ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ആ നിലപാടുകൾ പലപ്പോഴും അത് കൃത്യതയില്ലാത്ത നിലപാടുകൾ, പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാത്തതൊക്കെ നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചോദ്യം ബാക്കിയാകുന്നത് എന്തുകൊണ്ട് ഇത്ര വലിയ ചർച്ചയായ ഒരു സമരത്തിന്റെ ഇത്രയധികം ആശമാർ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രസക്തമാണ്. ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ നമ്മുടെ പ്രിയപ്പെട്ട ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളെ വിളിക്കുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വിളിച്ച് ഞങ്ങളെ 2 പ്രാവശ്യം വിളിച്ച് ഞങ്ങളെ ചതിച്ചു. ഇനി ഡൽഹിയിൽ പോയെന്ന് പറഞ്ഞ് ആശമാർക്ക് വേണ്ടിയല്ല പോയത്. ഇതുപോലൊരു പറ്റിപ്പ് ഭരണം ഈ ലോകം എനിക്ക് 60 വയസ്സായി. ഈ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഭരണം ഇന്ന് വരെയും കണ്ടിട്ടില്ല. പലരും ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കണമെന്ന്. മുഖ്യമന്ത്രി വന്നാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. വന്ന് ഞങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്യേ, ഞങ്ങളടുത്ത് വന്ന്, അല്ലെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാരെ വിളിച്ച് സംസാരിക്കണം. അങ്ങനെയാണ് വരേണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ആളല്ലേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. വേറെ സംഭവമൊന്നുമല്ലല്ലോ, സാക്ഷാൽ ഭഗവാനൊന്നും അല്ലല്ലോ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കാണാതിരിക്കാൻ. അദ്ദേഹമല്ലേ വരേണ്ടത്. എവിടെ വന്നിരുന്നാലും ഒരു സമരം നടത്തിയാൽ വരേണ്ട ആരാണ് നമ്മൾ ആവലാതി പറയേണ്ടത്? അവരെന്താ ഓരോരുത്തരുടെ നിവേദനങ്ങൾ വാങ്ങാൻ ഓടി നടന്നല്ലോ. അതല്ലല്ലോ, അവർ മുറ്റത്തല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളടുത്ത് നേരിട്ട് വരേണ്ടതല്ലേ? എന്താണെന്ന് ചോദിക്കണ്ടേ? എന്താ മതിമറന്ന് നടക്കുകയാണോ? ഇതൊന്നും അറിയില്ലേ? ലോകത്തൊന്നും അറിഞ്ഞൂടെ? ഇവരെന്താ ഒരു വലിയ വണ്ടിയിൽ ഉണ്ടെങ്കിലിരിക്കല്ലോ, ഒരു വണ്ടിയിലൊന്നും ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലായാലും ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. നടന്നു വരാൻ പറ്റില്ല. ഇതിനകത്ത് കയറുന്ന ആൾ എങ്ങനെയാണ് പോകണമെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കണത് അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കട്ടെ. എന്താണിത്? ഒരു കുടുംബത്തിന്റെ ഒരു ഗ്രഹനാഥനല്ലേ. അപ്പൊ അദ്ദേഹം അല്ലേ വന്ന് കാര്യങ്ങൾ പരിഹരിക്കാനുള്ളത്. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോ, നമുക്കിപ്പം നാഥനല്ലേ അങ്ങേര്. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ നാഥനല്ലേ. അദ്ദേഹം അല്ലേ വന്ന് ഇതിനെ പരിഹരിക്കാനുള്ളത്. അദ്ദേഹം പറയാത്തത് കൊണ്ട് മാത്രമാണല്ലോ ആരോഗ്യമന്ത്രി ഒന്നും സംസാരിക്കാത്തത്. മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച അതിനാണല്ലോ അങ്ങേര് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടത് എങ്ങനെയാണ്? കാരണം ഇതിൽ നിന്ന് അവർക്ക് വേറെ ഒന്നും നേടാനില്ല. ഞങ്ങളെ 233 രൂപ അവർക്ക് വേറെ ഒന്നിനും നടക്കില്ല. ഞങ്ങൾക്ക് പറ്റുമോ? അവരെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഈ ഒരു കാര്യം? ഞാനൊരു വിധവയാണ്. അപ്പം ഞങ്ങൾ ഒരു വീട്ടിലെ എൻ്റെ കുട്ടികളെ നോക്കണതും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് അവരെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഇതൊക്കെ വെറും നിസ്സാരമാണ്. ഇതൊന്നും അവർ കാര്യമാക്കുന്നില്ല. അവർക്ക് ഇതൊന്നും അല്ല വിഷയം. ഒരു കണ്ട ഭാഗം നടിക്കുന്നില്ല. ചുമ്മാ വിളിച്ച് ഒരു പ്രഹസനം നടത്തുക. നമ്മളെ കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ വേറെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്താ ചർച്ചയ്ക്ക് വിളിച്ചത്? എത്ര പ്രാവശ്യം വിളിച്ചു? എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഡിമാൻഡ് അംഗീകരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം. ഇന്നലെ ഞങ്ങൾ പോയ ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചപ്പോൾ അതിനെ ഹാസ്യമൊക്കെയാ. അവർക്കൊരു നിസ്സാരമാ അതൊക്കെ. അവർ ചുമ്മാ ഇവരെ ഇതിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട ആളുകളല്ലേ. ഇവരിടുന്ന ഒരേ വോട്ടിന്റെ വിലയല്ലേ ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ ഇവരെന്താ കാണിക്കണേ? ഇവരെന്ത് PSC എഴുതിയിട്ടാണോ മന്ത്രിമാരായത്? ഇവർ PSC എഴുതിയവരാണോ മന്ത്രിമാരായത്? അല്ലല്ലോ. വിദ്യാഭ്യാസം എന്തെന്ന് അറിഞ്ഞിടാത്ത ഒരു മനുഷ്യനെ അവിടെ എടുത്തിരുത്തിയിട്ടുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി. ബബ്ബ അടിക്കല് ചെയ്യുന്ന അവിടെ ഇരുന്ന്. എന്തെങ്കിലും അറിയാമോ? ഒരു 4 അക്കം ചേർന്നാൽ എത്രയെന്ന് വായിക്കാൻ അറിയാമോ ഇയാൾക്ക്? എന്നിട്ട് ഇതെല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് ജോലി തരൂല. കാരണം അവർ പിൻവാതിൽ നിയമിക്കുകയാണ്. അവരെ കൂടെ മുദ്രാവാക്യം വിളിച്ചും അവർ ആരെയും കൊല്ലാനും കൊലയ്ക്കും സമാധാനം ഉള്ളവരെ മാത്രമേ അവരെടുക്കുള്ളൂ. ഇന്ന് ഡബിൾ എമ്മയും ട്രിപ്പിൾ എമ്മയും എടുത്ത ആളുകൾ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല പഠിച്ചതാ. PSC എഴുതിയാൽ കിട്ടില്ല. ആ ലിസ്റ്റ് കിട്ടാറാകുമ്പോൾ അവർ മാറ്റിയിട്ട് പിൻവാതിൽ കൂടി എടുക്കണം. അതിന് വേണ്ടിയല്ലേ അങ്ങനെ ഈ ആളുകളെ എടുത്തിങ്ങനെ PSC നിയമനത്തിനെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കയറ്റാം. അവരുണ്ടാക്കി വെച്ച PSC ആണ്. അല്ല നേരെ പരീക്ഷ എഴുതിയാൽ കിട്ടുന്നവർക്കുള്ള PSC അല്ല ഇത്. ഇത് ആർക്കും ഒന്നും അറിഞ്ഞുകൂടുന്ന. ഇവർ പറയുന്നതൊന്ന് സമ്മതിച്ചു കൊടുക്കുക. ഇവരെന്ത് പറയുന്നോ അത് തന്നെ ശരി. രാജഭരണമല്ലേ അങ്ങേര് പറയുന്നത് തന്നെ സമയം. എന്തിനാ ഇങ്ങനെ ഈ സാധു ജനങ്ങളുടെ എന്തിനായി കാണിക്കുന്നത്? കണ്ടില്ലേ 3 എണ്ണം കിടക്കുന്നത്? ഇത് അവർ കാണുന്നുണ്ടോ? അവർക്കെന്താ ഇവർ കിടന്ന് ഇവർ ക്ഷീണിക്കും. അവർക്കെന്താ? അവരിവിടെയൊന്നും ഇല്ലല്ലോ. അവരിങ്ങനെ പാറി പറന്ന് നടക്കല്ലേ ഹെലികോപ്റ്റർ എടുത്തത്. ഞങ്ങൾക്ക് 233 രൂപയെ കൂട്ടാൻ അവർക്ക് ഒരു വഴിയുമില്ല. പക്ഷെ അവർക്ക് ഹെലികോപ്റ്ററിന് അടയ്ക്കാനും ഇനി 100 കോടി കൊടുത്തും 1 കോടി കൊടുത്തും വണ്ടി എടുത്തിന് വർഷം ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? ഒരു പ്രധാനമന്ത്രി ഭരണത്തിലേറിയിട്ട് ഓരോ വർഷം തികയുന്നു. അദ്ദേഹം എന്താ ആർഭാടം കാണിക്കുന്നു? ഇവർ 1 വർഷം കഴിയുമ്പോൾ ഈ ആളുകളെ ശാപം വാങ്ങാനല്ലേ ഈ വണ്ടിയിലെ ഓടുന്നത്. അവർ കുറെ ചുവന്ന തൊപ്പിയും കൊടുത്ത് വിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളും വയ്ക്കാൻ അർഹതപ്പെട്ടവരാ. ഞങ്ങൾ ഇനി വെക്കില്ല. അത്
ഇനി ഞങ്ങളിവിടെ ഓരോ സമരം നടത്തുമ്പോഴും കുറേ ആളുകൾ ചുവന്ന തൊപ്പിയും വെച്ചുകൊണ്ട് ഇതിലേ പോകുന്നു. എന്താ ഞങ്ങളെ ഒരുമാതിരി ആക്കുന്നതാണ്? ഞങ്ങളിത് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിച്ചതാണ്. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനും കള്ളം പറയുക, എന്തിനും കള്ളം പറയുക. ഒരു മന്ത്രി വരുന്നു, അല്ലെങ്കിൽ MLA വരുന്നു, ആശമാർ വരണം അവിടെ. അവരെന്തൊരു പദ്ധതി നടപ്പിലാക്കിയാലും അതിൽ ചെന്നിരിക്കും. അവർ വിളിക്കുന്നിടത്തൊക്കെ ആശമാർ ചെല്ലണം. എന്തിനാ അവരെ കാളെ കൂട്ടാനോ? ഇവർ പറയുന്നിടത്ത് അല്ല സാധാ ജനങ്ങൾ പോവില്ല. ഇവരല്ലെങ്കിൽ നമ്മളെ അങ്ങ് തട്ടിക്കളയും. നമുക്ക് ഇനി വേതനം തരില്ല. നമുക്ക് ഒരു ക്രൈറ്റീരിയം കട്ട് ചെയ്യും. ഇവർ ചെന്നില്ലെങ്കിൽ ചെല്ലാത്തവരുടെ അറ്റൻഡൻസ് തരണം. അന്ന് ഒരു MLA ചെല്ലുന്നു, നമ്മളവിടെ ചെന്നില്ലെങ്കിൽ വരാത്ത ആശമാരുടെ നമ്പർ തരണം, എത്ര എണ്ണം തരണം. അത് പഞ്ചായത്തിൽ ഇങ്ങനെ പാവപ്പെട്ട പ്രസിഡന്റിനായാലും ഭരണസമിതി, കാരണം അവർക്ക് പറഞ്ഞേ പറ്റുള്ളൂ. മുകളിൽ നിന്ന് ഓർഡർ വരുമ്പോൾ പഞ്ചായത്ത് വഴി ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. മാഡത്തിനും പറഞ്ഞേ പറ്റുള്ളൂ, കാരണം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. കാരണം നമുക്ക് ഒരു വിധത്തിലൊരു സ്വാതന്ത്ര്യവും തരില്ല. അവർ വിളിക്കുന്നിടത്തെല്ലാം നമ്മൾ ചെല്ലും വേണം എന്നാൽ നമ്മൾ പറയുന്ന കാര്യം അവർ അംഗീകരിക്കില്ല. ഒരു പട്ടിക്കുള്ള വില ഇവർ കാണിക്കാത്തത്. എന്നിട്ട് ആളെ കൂട്ടാൻ വേണ്ടി മാത്രം ഞങ്ങളെ വിളിക്കുകയാണോ? എന്താ ഇങ്ങനെ ഇവർ കാണിക്കുന്നത്? ഇവർ മനുഷ്യരല്ലേ? ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇതാരും ചോദിക്കാനില്ല. ഈ ലോകത്തുള്ള ഒരു ഓട്ടോ തൊഴിലാളി പോലും വന്ന് ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ഞങ്ങളോടൊപ്പം കണ്ണീര് വീഴ്ചയും ചെയ്യുന്നു. ഈ ലോക ചരാചരങ്ങൾ മൊത്തം. പക്ഷേ ഈ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രം നമ്മളെ മനസ്സിലാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇത് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവരോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത എല്ലാം വ്യക്തമാണ്. ഒരു സർക്കാർ എങ്ങനെയാണ് അവരുടെ സംവിധാനത്തിന്റെ, ആരോഗ്യ സംവിധാനത്തിന്റെ അടിസ്ഥാന പ്രവർത്തകരായി നിൽക്കുന്ന, അടിസ്ഥാന ബന്ധുക്കളായി നിലനിൽക്കുന്ന ഈ സ്ത്രീകളോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയിൽ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധം, ആ സങ്കടം നിറഞ്ഞ ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അതിനപ്പുറം എന്തെങ്കിലും അവിടെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആശമാരുടെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. സർക്കാർ കാണിക്കുന്ന അവഗണനയിലും വഞ്ചനയിലും എല്ലാം അതിശുവ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ ആശമാരുടെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ, കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നൊക്കെ മാധ്യമങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയത്. പക്ഷേ ഇപ്പോൾ അത് വ്യക്തമാകുന്നു, ആരോഗ്യമന്ത്രി പോയിരിക്കുന്നത് ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തുടരുന്ന വഞ്ചനകളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രവും ആ കഥകൾക്കുമെതിരെയാണ് അവരുടെ പ്രതിഷേധം. അത് നിരാഹാര സമരമായി വരും ദിവസങ്ങളിൽ സജീവമായി തന്നെ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ കൂടി ചോദിക്കണമെന്നുണ്ട്. പക്ഷേ 15 മിനിറ്റ് ആകുന്നു ആശമാർക്ക് നടുവിൽ. എന്താണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയി പറഞ്ഞത്? ആശാ പ്രശ്നം ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ ഡൽഹിയിലെത്തിയപ്പോൾ അത് ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാൻ എന്നാക്കി. മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അബദ്ധത്തിൽ മന്ത്രി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാൻ നേരത്തെ നിശ്ചയിച്ച പരിപാടിക്ക് വേണ്ടിയാണ് എത്തിയത് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. സമയമുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. അപ്പോയിൻമെന്റ് ചോദിച്ചിട്ടുണ്ട്. അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു സമയം ഉള്ളപ്പോൾ, ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ സമയം കൂടി അനുസരിച്ച് വീണ്ടും വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ ഡൽഹിയിൽ എത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ചയുണ്ട്. അപ്പോൾ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന ഗവേഷണത്തിലൂടെ, ഇപ്പോൾ ലങ് ക്യാൻസർ വാക്സിനൊക്കെ ക്യൂബയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും USA, അമേരിക്കൻ ഐക്യനാടുകൾ ക്യൂബയിൽ നിന്ന് ഈ ലങ് ക്യാൻസർ വാക്സിൻ അവരുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ചർച്ച കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ആശാ വർക്കറായ കൗൺസിലറെ LDF കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് UDF അംഗങ്ങൾ കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. PHCയിലെ പരിശീലനത്തിൽ പങ്കെടുക്കാതെ ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പോയാൽ കാണിച്ചു തരാം എന്നായിരുന്നു ഭീഷണിയെന്ന് മതിലിൽ ഡിവിഷൻ കൗൺസിലർ ടെൽസ തോമസ്. 15-ന് തൃക്കടവൂർ PHCയിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി മേയറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ചേർന്ന് ആശമാരോട് പരിശീലനത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചെന്നും ടെൽസ തോമസ് ആരോപിച്ചു. അപകട മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിൽ തലസ്ഥാനത്തെ മുതലപ്പൊഴിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചൊവ്വാഴ്ച ഡ്രഡ്ജിംഗ് യന്ത്രം എത്തുമെന്ന ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. രാവിലെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ റോഡ് ഉപരോധിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കുമെന്നും 4 ദിവസത്തിനുള്ളിൽ മണൽ നീക്കുമെന്നും
ഫിഷറീസ് ഡയറക്ടർ അബ്ദുൽ നാസർ IAS ഉറപ്പു നൽകിയിരുന്നു. ടിൻഡുദാസിന്റെ റിപ്പോർട്ടിലേക്ക്. അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണം കാരണം മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ ആരംഭിച്ച അനിശ്ചിതകാല സമരം താൽക്കാലികമായിട്ടെങ്കിലും അവർ പിന്മാറിയിരിക്കുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡ്രഡ്ജിംഗ് കൊണ്ടുവരുമെന്നാണ് ഫിഷറീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള അബ്ദുൽ നാസർ നേരിട്ട് സമരക്കാരോടെത്തി പറഞ്ഞത്. അപ്പോൾ ഈ 2 ദിവസത്തിനകം ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിയില്ല എങ്കിൽ ചൊവ്വാഴ്ച വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത്. ഈ മണൽ നീക്കുന്ന യന്ത്രങ്ങൾ എത്തിയില്ല എങ്കിൽ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റിന് നടയിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണം കാരണം 2011 മുതലാണ് മുതലപ്പൊഴി ഒരു ദുരന്തപ്പൊഴിയായി മാറിയത്. ഈ വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 77 പേരാണ് മുതലപ്പൊഴിയിൽ മരണമടഞ്ഞത്. അപ്പോൾ നിരന്തരമായി ഇത്ര ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ഈ പുലിമുട്ടിന്റെ നീളം കൂട്ടണമെന്നും അടിയന്തരമായിട്ട് തന്നെ സാൻഡ് ബൈപ്പാസ് നിർത്തി ഈ മണൽ നീക്കം ചെയ്യണമെന്നൊക്കെ നിരന്തരം മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ കരാറ് കമ്പനിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ മണൽ നീക്കത്തിനായിട്ടുള്ള പ്രതിസന്ധി എന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ച 175 കോടി രൂപയിൽ നിന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ സർക്കാർ അത് ചെയ്യാതെ മത്സ്യത്തൊഴിലാളികളെ കേൾക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ആയപ്പോഴാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാൻ സംയുക്ത മത്സ്യത്തൊഴിലാളി സംഘടനകൾ തീരുമാനിക്കുന്നത്. ഈ ഉറപ്പ് പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഈ ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തി മണൽ നീക്കം ആരംഭിച്ചില്ല എങ്കിൽ വലിയ രീതിയിലുള്ള സമര പരിപാടിയിലേക്ക് പോകുമെന്നാണ് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ ഫിഷറീസ് സെക്രട്ടറിയോടും അറിയിച്ചത്. മുതലപ്പൊഴിയിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. SDPI കേന്ദ്രങ്ങളിൽ വീണ്ടും ED റെയ്ഡ്. സംസ്ഥാനത്ത് പാലക്കാടും കോട്ടയത്തും ED റെയ്ഡ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്ത SDPI നാഷണൽ പ്രസിഡന്റ് MK ഫൈസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡെന്നാണ് സൂചന. ഡൽഹി, കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായാണ് ഒറ്റപ്പാലം പനമണ്ണയിൽ പരിശോധന നടത്തുന്നത്. കോട്ടയത്ത് വാഴൂർ ചാമംപതാലിൽ SDPI നേതാവ് മജീദിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഇന്ന് പുലർച്ചെ മുതലാണ് റെയ്ഡ് ആരംഭിച്ചത്. ഡൽഹിയിൽ നിന്നുള്ള സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെ പ്രത്യേക വിങ്ങായ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ഈ ഒരു റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ കൂടി ഈ റെയ്ഡിനെ ഒപ്പം ചേർന്നിട്ടുണ്ട്. നേരത്തെ നടത്തിയിട്ടുള്ള റെയ്ഡിന്റെ തുടർച്ചയായി ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപകമായ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. SDPI ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഭാരവാഹികളുടെ വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധനകൾ നടക്കുന്നത്. ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റ് നേരത്തെ നടന്നിരുന്നു. തുടർന്ന് സംസ്ഥാനത്ത് തന്നെ 12 കേന്ദ്രങ്ങളിലടക്കം രാജ്യവ്യാപകമായ റെയ്ഡുകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി അന്ന് ലഭിച്ച ചില വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയായിരുന്നു. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഡൽഹിയിൽ നിന്നുള്ള 3 യൂണിറ്റുകളാണ് ഈ പരിശോധനകൾക്ക് എത്തിയത്. വലിയ ഒരു സുരക്ഷാ സൗകര്യങ്ങളോടുകൂടി തന്നെ CRPFന്റെ സുരക്ഷ കൂടി നൽകിക്കൊണ്ടാണ് ഈ പരിശോധനകളെല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നത്. ഡൽഹി, കോഴിക്കോട് യൂണിറ്റുകളാണ് സംയുക്തമായാണ് ഈ പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയത്തും പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്. അത് പ്രധാനമായും വാഴൂർ ചാമയമ്പയിലാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്. ഒപ്പം ഈ അന്വേഷണ സംഘം നിരീക്ഷണത്തിലാക്കിയ മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകളിൽ കൂടി എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിലും സമാനമായി തന്നെ പരിശോധന നടക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. SDPI കേന്ദ്രങ്ങളിൽ പാലക്കാട് ഒറ്റപ്പാലത്തും കോട്ടയത്ത് വാഴൂരിലും ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. കാസർഗോഡ് വയോധികയും കൈക്കുഞ്ഞും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് കേരള ബാങ്ക്. നീലേശ്വരം പരപ്പച്ചാൽ സ്വദേശി ജാനകിയെയും കുടുംബത്തെയുമാണ് ഇറക്കിവിട്ടത്. കഴിഞ്ഞ ദിവസം ഇവർ ആശുപത്രിയിൽ പോയ സമയത്താണ് കേരള ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ ചെയ്തത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, 2013 ഈ ജാനകിയുടെ മകൻ വിജേഷ് ഈ തൊഴിലാവശ്യവുമായി, അതായത് ഒരു കർഷക തൊഴിലാളിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. അതിനെ തുടർന്ന് പിന്നീട് ഈ വിജേഷിന് ചില അപകടം സംഭവിച്ചതിനെ തുടർന്ന് പണിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ 30,000 രൂപയോളം ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അടവ് മുടങ്ങി. അങ്ങനെയാണ്
ഇപ്പോൾ ഏകദേശം 6 ലക്ഷം രൂപയിലേക്ക് പിഴയും പിഴപ്പലിശയും ഒക്കെയായി 6 ലക്ഷം രൂപ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. തൊഴിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വിജേഷിനുള്ളത്. പ്രായമായ അമ്മ, വയോധിക അടങ്ങുന്ന 7ഉം 3ഉം വയസ്സുള്ള 2 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു നിർധന കുടുംബമാണ്. ആ കുടുംബത്തോടാണ് ഒരു കരുണയുമില്ലാതെ കേരള ബാങ്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് ജപ്തി നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ വിജേഷ് അമ്മ ജാനകിയുമൊത്ത് ആശുപത്രിയിൽ പോയ സമയത്താണ് കേരള ബാങ്ക് അധികൃതർ വീട്ടിലേക്ക് എത്തുകയും സാധനങ്ങളൊക്കെ പുറത്തിടുകയും ചെയ്തുകൊണ്ട് ജപ്തി നോട്ടീസ് പതിപ്പിച്ച് വീട്ടിൽ നിന്ന് മടങ്ങിയത്. പിന്നീട് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്താണ് ഈ സാധനങ്ങളെല്ലാം തന്നെ വരാന്തയിൽ കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ഇന്നലെ ഒരു രാത്രി മുഴുവൻ ആ കുടുംബം 7ഉം 3ഉം വയസ്സുള്ള പിഞ്ചു കുട്ടികളടങ്ങുന്ന വയോധികയായ ജാനകിയുടെ കുടുംബം ഇന്നലെ ഒരു രാത്രി മുഴുവൻ അന്തി ഉറങ്ങിയത് ആ വീടിന്റെ വരാന്തയിലാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് വന്യജീവികളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യമുള്ള സ്ഥലത്തു കൂടിയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങുന്ന ആ കുടുംബം ഇന്നലെ ഒരു രാത്രി മുഴുവൻ വരാന്തയിൽ കഴിച്ചുകൂട്ടിയത്. ഇന്ന് ഈ സമയമായിട്ട് പോലും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നാണ് ആ കുടുംബം പറയുന്നത്. ആ തരത്തിലേക്ക് ആ കുടുംബം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, തങ്ങൾ എടുത്ത തുക അടയ്ക്കാൻ തയ്യാറാണ്. അതായത് 2.5 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ തങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിന് തങ്ങൾക്ക് സമയം വേണം, സാവകാശം വേണം. അത് മാത്രമാണ് ഇവർ കേരള ബാങ്കിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ അതുപോലും മുഖവിലക്കെടുക്കാൻ കേരള ബാങ്ക് തയ്യാറല്ല. കേരള ബാങ്കിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ്. വയോധിക ഒപ്പം കൈക്കുഞ്ഞ് ഇവരുണ്ടായിട്ടും ആശുപത്രിയിൽ പോയി വന്ന സമയത്ത് വീട് പൂട്ടി സീൽ ചെയ്യുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. സഹകരണ ബാങ്കുകൾ വീട് ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം പ്രഹസനമാകുന്നു. ഇതിൽ സഹകരണ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാനാകില്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. വിഷയത്തിൽ ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന മറുപടി നൽകി സഹകരണ വകുപ്പ് ഒഴിഞ്ഞുമാറി. ജനം ബ്രേക്കിംഗ്. വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്. ഫെബ്രുവരി 10 മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ആശയക്കുഴപ്പം അന്നേ ചൂണ്ടിക്കാട്ടിയതാണ്. സഹകരണ ബാങ്കുകളിലെ വായ്പ, പലിശ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകളും പ്രവർത്തനങ്ങളും RBI മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നടക്കുമ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇതേ ആശയക്കുഴപ്പം മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം പ്രഹസനമാക്കി മാറ്റുമെന്നതിനുള്ള തെളിവാണ് വിഷയത്തിലെ സഹകരണ വകുപ്പിന്റെ ഒളിച്ചുകളി. മുഖ്യമന്ത്രി സഭയിൽ പ്രസംഗിച്ചു വന്നതിനപ്പുറം വിഷയത്തിൽ ഒരു നടപടിയും സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിവരാവകാശ അപേക്ഷയിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റവും ഇതുകൊണ്ട് തന്നെ. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വകുപ്പിന്റെ അറിവോടെയാണോ? എന്തെങ്കിലും ഉത്തരവുകൾ നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പാരഗ്രാഫിൽ സുദീർഘമായ മറുപടി. ഈ ചോദ്യങ്ങളൊന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയല്ല. ഉത്തരവുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നുമാകും സാധാരണ ഇത്തരം വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാനുള്ള അവകാശത്തെ സഹകരണ വകുപ്പ് തടസ്സപ്പെടുത്തുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. പാക് ചാരൻ ബംഗളൂരുവിൽ പിടിയിൽ. ഗാസിയാബാദ് സ്വദേശി ദീപരാജ് ചന്ദ്രനാണ് പിടിയിലായത്. ബിറ്റ്കോയിൻ പ്രതിഫലമായി സ്വീകരിച്ചായിരുന്നു പാകിസ്ഥാന് പ്രതിരോധ വിവരങ്ങൾ കൈമാറിയത്. ഗൗതം അനന്തനാരായണൻ ഒപ്പമുണ്ട്. ഗൗതം, എങ്ങനെയായിരുന്നു അറസ്റ്റ്? ഈ ദീപരാജ് ചന്ദ്രൻ എന്ന ഇയാൾക്ക് 36 വയസ്സാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ്. ഇയാള് കഴിഞ്ഞ കുറെ നാളുകളായി രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ മുതിർന്ന എഞ്ചിനീയറായ ഇയാൾ പാകിസ്ഥാനിലെ ചില ഏജന്റുമാർക്ക് ചോർത്തി നൽകിയെന്നാണ് രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗം വിശദീകരിക്കുന്നത്. ഇയാൾ ടെലിഗ്രാം വഴിയും ജിമെയിൽ വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് മുഖാന്തരവും പാകിസ്ഥാനിലെ ഏജന്റുമാരുമായി ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ വലിയ തുക ഇയാൾ കൈപ്പറ്റുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാളുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ബംഗളൂരുവിൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ പാക് ചാരൻ പിടിയിലാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.
ഗുരുവായൂരിൽ തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൽ ഹക്കീമിനെതിരെ ഹൈക്കോടതി. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ പുണ്യമായ ഇടമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ സ്ഥാപനത്തോട് ചേർന്ന തുളസിത്തറയിൽ നാഷണൽ പാരഡൈസ് ഹോട്ടൽ ഉടമ അബ്ദുൽ ഹക്കീമിന്റെ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ഹൈക്കോടതി അബ്ദുൽ ഹക്കീമിനെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവിട്ടു. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ പുണ്യമായ ഇടമാണ്. ആ പുണ്യസ്ഥലത്ത് അബ്ദുൽ ഹക്കീം നടത്തിയ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പ്രഥമദൃഷ്ട്യാ അബ്ദുൽ ഹക്കീമിന് മാനസിക പ്രശ്നമുള്ളതായി വ്യക്തതയില്ലെന്ന് കണ്ടെത്തിയ കോടതി മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഹോട്ടലിന്റെ ലൈസൻസ് ഉടമയായി എങ്ങനെ തുടരുന്നുവെന്നും ചോദ്യമുന്നയിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണം. കൂടാതെ അബ്ദുൽ ഹക്കീമിന് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചതിലും അന്വേഷണം ആവശ്യമാണെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. തുളസിത്തറയിൽ അബ്ദുൽ ഹക്കീം നടത്തിയ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ ആലപ്പുഴ സ്വദേശി ശ്രീരാജ് കൈമളിന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ഹൈക്കോടതി പോലീസിന്റെ വീഴ്ച എണ്ണിപ്പറഞ്ഞത്. സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൽ ഹക്കീമിനെ സംരക്ഷിച്ച പോലീസ് പകരം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയായിരുന്നു. ജനം, കൊച്ചി. പോലീസ് സേനയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് സംസ്ഥാനം വകമാറ്റി ചെലവഴിച്ചോ എന്ന് പരിശോധിക്കാനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തും. ഈ മാസം 25-നാണ് ആഭ്യന്തര സെക്രട്ടറി എത്തുക. സംസ്ഥാനം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാത്തത് വീഴ്ചയാണെന്ന് കേന്ദ്രം വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ വരവ്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ സംസ്ഥാനത്തെ പോലീസ് സേനയും കടന്നുപോകുന്നത്. പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ പ്രതിസന്ധി നിലനിൽക്കുന്നു. കാലഹരണപ്പെട്ട ആയുധങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് പോലീസ് സേന. പോലീസ് സ്റ്റേഷനുകളിലേക്ക് പുതിയ വാഹനങ്ങൾ വേണമെന്ന DGPയുടെ ആവശ്യം ധനവകുപ്പ് പരിഗണിച്ചിട്ട് പോലുമില്ല. ചരിത്രത്തിലാദ്യമായി പോലീസ് സേനയുടെ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനും പ്രതിസന്ധി ഉണ്ടായി. ഇതോടെ കേരള പോലീസിന്റെ വാഹനങ്ങൾ ഇന്ധനം തീർന്ന് തമിഴ്നാട്ടിൽ കുടുങ്ങിയത് ജനം TV പുറത്തുവിട്ടിരുന്നു. സമാനമായ സാഹചര്യമാണ് ജയിൽ വകുപ്പിലും അഗ്നിശമന സേനയിലും ഉൾപ്പെടെ നിലനിൽക്കുന്നത്. പോലീസിന്റെ ആധുനികവൽക്കരണത്തിന് ഓരോ വർഷവും കോടികൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ ഇത് വകമാറ്റുന്നുവെന്ന വിമർശനം ശക്തമാണ്. മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ കേന്ദ്രം നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഇതേ സാഹചര്യം മറ്റു കാര്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തിയതോടെയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് കേരളത്തിലെത്തുന്നത്. ഈ മാസം 25-ന് അദ്ദേഹം കേരളത്തിലെത്തും. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, ജയിൽ മേധാവി, അഗ്നിശമന സേനാ മേധാവി തുടങ്ങിയവരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചർച്ച നടത്തും. കേന്ദ്ര സർക്കാർ നൽകിയ ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിച്ചുവെന്ന് സംസ്ഥാനം വിശദമാക്കേണ്ടി വരും. തുടർന്നാകും കൂടുതൽ പണം അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കുക. R. രാജി, ജനം, തിരുവനന്തപുരം. കണ്ണൂർ തലശ്ശേരി മണോളിക്കാവിൽ പോലീസിനെ ആക്രമിച്ച CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത SIമാരെ സ്ഥലം മാറ്റിയ നടപടിയിൽ പോലീസുകാർക്കിടയിൽ അമർഷം പുകയുന്നു. എതിർപ്പ് പരസ്യമാക്കി യാത്രയയപ്പ് ചടങ്ങിൽ SIമാർക്ക് നൽകിയ ഫലകത്തിലെ വാചകങ്ങൾ. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയവർ എന്നാണ് ഉപഹാരത്തിലെ വിശേഷണം. SIമാരായ TK അഖിൽ, VV ദീപ്തി എന്നിവരെയാണ് തലശ്ശേരി സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയത്. CPMകാർക്കെതിരെ കേസെടുത്ത തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SIമാരെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിയിൽ പോലീസുകാർക്കുള്ള അമർഷം ഒടുവിൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സ്ഥലം മാറ്റം ലഭിച്ച SI VV ദീപ്തിക്കും TK അഖിലിനും സ്റ്റേഷനിലെ സഹപ്രവർത്തകർ നൽകിയ ഉപഹാരത്തിലെ വാചകങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയ പ്രിയ സബ് ഇൻസ്പെക്ടർമാർക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ സ്നേഹാദരമെന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയതിന്റെ പേരിൽ CPM പ്രവർത്തകരിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരികയും അതിനു പിന്നാലെ പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താനായി ഇരയായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്ത സർക്കാരിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നതാണ് ഉപഹാരത്തിലെ വാചകങ്ങൾ. ഇക്കഴിഞ്ഞ മാസമാണ് മണോളിക്കാവിൽ പോലീസുകാരെ CPMകാർ കയ്യേറ്റം ചെയ്യുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തത്. സംഘർഷം തടയുന്നതിനിടെ ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്നും ഒരൊറ്റ പോലീസുകാരും തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ലെന്നും CPMകാർ ഭീഷണി മുഴക്കിയിരുന്നു.
ഇതിന് പിന്നാലെയാണ് കേസെടുത്ത പോലീസുകാരെ സ്ഥലം മാറ്റിയത്. പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ജനം, കണ്ണൂർ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കി കർണാടക നിയമസഭ. പ്രമേയത്തെ എതിർത്ത് BJP സഭ ബഹിഷ്കരിച്ചു. വോട്ട് ബാങ്കിനായി കോൺഗ്രസ് മുസ്ലിം പ്രീണനം തുടരുകയാണെന്ന് BJP വിമർശിച്ചു. സംസ്ഥാന നിയമ പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഈ ബജറ്റ് സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനെതിരെയാണ് കർണാടക നിയമസഭയിൽ പ്രമേയം പാസാക്കിയത്. കോൺഗ്രസ് സർക്കാരിന്റെ നടപടിയെ വിമർശിച്ച് മുഖ്യപ്രതിപക്ഷമായ BJP രംഗത്ത് വന്നു. മുസ്ലിം പ്രീണന നയം കോൺഗ്രസ് തുടരുകയാണെന്ന് കർണാടക പ്രതിപക്ഷ നേതാവ് R. അശോക് പ്രതികരിച്ചു. പ്രമേയം പാസാക്കുമ്പോൾ BJP അംഗങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കർണാടകയിൽ സർക്കാർ നിർമ്മാണ ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് സിദ്ധരാമയ്യ സർക്കാർ 4% സംവരണം ഏർപ്പെടുത്തിയത് വൻ വിവാദമായിരുന്നു. കൂടാതെ ബജറ്റിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് കർണാടക നിയമസഭയിൽ പ്രമേയവും പാസാക്കിയത്. ജനം, ഡൽഹി. വഖഫ് നിയമത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ക്രൈസ്തവ സഭകൾ. മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ആഹ്വാനമാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ ഉയർത്തുന്നത്. വഖഫ് നിയമം നിലനിൽക്കുവോളം അതിൻ്റെ ഇരകൾക്ക് നീതി നൽകാൻ നിയമ സംവിധാനങ്ങൾക്കും പരിമിതിയുണ്ടെന്ന മതേതര നിലപാടിനെ ശരിവെക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന് ദീപിക മുഖപ്രസംഗവും ചൂണ്ടിക്കാട്ടിയിരുന്നു. വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും അധികാരത്തിന് മേൽ ഹൈക്കോടതിക്ക് പോലും പരിമിതികളുണ്ട്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനിലൂടെ മുനമ്പം വിഷയം കുറച്ചുനാൾ കൂടി നീട്ടാൻ മാത്രമേ കഴിയൂ എന്നറിഞ്ഞിട്ടും അതിന് തയ്യാറായ സർക്കാർ നീക്കങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ക്രൈസ്തവ സംഘടനകളുടെയും സഭാ നേതൃത്വങ്ങളുടെയും നിലപാട് കൂടിയാണ് ദീപിക ലേഖനം പോലെ മുഖപത്രങ്ങളിലൂടെയും മുഖമാസികളിലൂടെയും വ്യക്തമാക്കപ്പെടുന്നത്. കയ്യേറ്റ അധികാരം വഖഫ് സംവിധാനങ്ങൾക്ക് കൊടുത്തത് 1995 വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദമാണ്. ഇതനുസരിച്ച് ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാനാകും. ഭൂമിയുടെ എല്ലാ നിയമാനുസൃത രേഖകളും കൈവശം വെച്ചുകൊണ്ട് വഖഫിന്റെ ഇരകളായി മാറിയവരാണ് മുനമ്പത്തുള്ളത്. വഖഫിന്റെ പേരിൽ അടിമുടി കാപട്യമാണ് കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ കാണിച്ചിട്ടുള്ളതെന്ന് ലേഖനം വിമർശിക്കുമ്പോൾ ഇടതു വലതു മുന്നണികൾക്കെതിരായ നിലപാട് കൂടി കൂടുതൽ കടുക്കുകയാണ്. എല്ലാത്തിന്റെയും അണിയറ പ്രവർത്തകരായി മാറിയവർ ഒരേ സമയം മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറയുകയും വഖഫ് നിയമം സംരക്ഷിക്കാൻ പാഞ്ഞു നടക്കുകയുമാണ് ചെയ്യുന്നതെന്ന കടുത്ത വിമർശനവുമുണ്ട്. നിയമ ഭേദഗതികൾക്കെതിരെ മുസ്ലിം വ്യക്തിനിയമ ബോർഡും മതമൗലിക സംഘടനകളും പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം. രാഷ്ട്രീയ പാർട്ടികൾ ഈ വേഷം കെട്ടിയാൽ തിരിച്ചടി മുനമ്പത്ത് ഒതുങ്ങുമെന്ന് കരുതരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. ജനം, കൊച്ചി. അംഗനവാടി ജീവനക്കാരുടെ സമരം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടെ ദുർവാശിയാണ് സമരം നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമെന്ന് പ്രമേയം അവതരിപ്പിച്ച നജീബ് കാന്തപുരം MLA. ബൈബിളും ചൈനയും ബഹിരാകാശത്തെക്കുറിച്ചും അല്ലാതെ അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നത്തെക്കുറിച്ച് പ്രമേയ അവതാരകൻ പറഞ്ഞില്ലെന്ന് മന്ത്രി P. രാജീവ്. അംഗൻവാടി ജീവനക്കാർക്ക് നൽകുന്ന തുക വീട്ടിൽ കൊണ്ടുപോകാൻ പോലും തികയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. സമരങ്ങളുടെ പാരമ്പര്യമുള്ള CPM ഇപ്പോൾ സമരങ്ങളുടെ അന്തകനായെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് നജീബ് കാന്തപുരം MLA. അടിസ്ഥാന വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർക്കാരിന് ചേർത്ത് നിർത്താൻ കഴിയാത്തത്? ലോക സന്തോഷ ദിനമായി ഇന്ന് ആശമാരെയും അംഗനവാടി ജീവനക്കാരെയും ക്രൂശിക്കാൻ സർക്കാർ തിരഞ്ഞെടുത്തെന്ന് പ്രമേയ അവതാരകൻ കുറ്റപ്പെടുത്തി. ഇന്ന് ലോക സന്തോഷ ദിനമാണ് സർ. ഈ ലോക സന്തോഷ ദിനമാണ് ലോകത്ത് ഈ കേരളത്തിലെ ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ക്രൂശിക്കാൻ വേണ്ടി സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് സർ. തെരുവിൽ സമരം ചെയ്യുന്ന പാവങ്ങളെ സർക്കാർ ക്രൂരമായി നേരിടുകയാണെന്നും നജീബ് കാന്തപുരം. തീർത്താൽ തീരാത്ത ജോലിയാണ് അംഗനവാടി ജീവനക്കാർക്കുള്ളത്. ലഭിക്കുന്നത് തുച്ഛമായ തുക മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ജോലിയെല്ലാം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളാണ്. കേരളത്തിൽ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൽ? സാറേ, എല്ലായിടത്തും വെക്കേഷന്റെ സമയത്തും ശനിയാഴ്ചയും എല്ലാ ദിവസവും ജോലിയാണ്. അത്രമാത്രം തീർത്താൽ തീരാത്ത ജോലിയാണ്. ഇത്രയും ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് 300 രൂപയാണ് സർ. 300-350 രൂപ പോലും. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്ന് ആരോഗ്യമന്ത്രിക്ക് വേണ്ടി P. രാജീവ് മറുപടി നൽകി. 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി കുടിശ്ശിക നൽകി കഴിഞ്ഞു. 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം കുടിശ്ശികയാണുള്ളത്. പ്രമേയ അവതാരകൻ മന്ത്രി വീണ ജോർജിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സമരം നടത്തിയാൽ മാത്രമേ മന്ത്രിയാകാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വേണ്ടെന്ന് സ്പീക്കർ
പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം. ഇടുക്കി പരുന്തുംപാറയിൽ 17 ഹെക്ടറോളം സർക്കാർ ഭൂമി കയ്യേറാനുള്ള ശ്രമം നടന്നതായി റവന്യൂ മന്ത്രി നിയമസഭയിൽ. ഭൂമി കയ്യേറ്റത്തിന് റവന്യൂ ജീവനക്കാരുടെ പങ്ക് കണ്ടെത്താനായിട്ടില്ല. സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ 15-അംഗ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ്. സർവേ വിഭാഗത്തിന്റെ അന്വേഷണവും നടക്കുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. സബ് കളക്ടറുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കും. പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേരളിന് വേണ്ടി കല്ലിട്ട സ്ഥലം സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പണയം വയ്ക്കാൻ പോലും കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആ സ്ഥലം വാങ്ങാൻ ഒരാൾ പോലും വരുന്നില്ലെന്നും കേരയിൽ വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. എന്നാൽ കേരളിനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഒരു കുഴപ്പവുമില്ലെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ മറുപടി. ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കും വരെ ഇതിനൊരു തടസ്സവും ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഈ ഭൂമി വിൽക്കുന്നതിനോ പ്ലഡ്ജ് ചെയ്യുന്നതിനോ തകരാറില്ല. അത് വീണ്ടും വീണ്ടും ഉറക്കെ ആ കാര്യത്തിൽ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാതെ ഉള്ള ആശങ്കകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട ബാങ്കുകളുമായി സംസാരിക്കാനുമുള്ള ഇടയുണ്ടാക്കൽ മാത്രമേ സാധ്യമാകുള്ളൂ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാലവർഷക്കെടുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ നഷ്ടങ്ങളാണ്. അത് അതത് കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോട് നഷ്ടപരിഹാരം നൽകാൻ പറയാം. ഇവിടെ ഭൂമി വിൽപ്പനയോ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്ലഡ്ജിങ്ങോ പുതിയ പ്ലഡ്ജിങ്ങോ ഞാൻ അങ്ങയോട് ഈ സഭയിൽ ഉറപ്പ് നൽകുന്നു. പ്രത്യേക കേസായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയാൽ ആ കേസുകൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കേസുകളിൽ അങ്ങനെ പ്ലഡ്ജ് ചെയ്യാനുള്ള അനുവാദം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാവുന്നതാണ്. ആ കാര്യത്തിൽ പ്രയാസം ഉണ്ടാകില്ല. നിയമ സർവകലാശാലയിൽ തിരക്കിട്ട് VC നിയമനം. ആദ്യപടിയായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനങ്ങൾ സർവകലാശാല പുറത്തിറക്കി. ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സർക്കാർ തന്നെയാണ് നിയമ സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകിയത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി സംസ്ഥാനത്തെ പൊതു സർവകലാശാലകളിലേതുപോലെ താൽക്കാലിക VC നിയമിച്ചുള്ള നിയമ സർവകലാശാലയിൽ UGCയുടെ പുതിയ നിയമം വരുന്നതിന് മുൻപ് തിരക്കിട്ട് VC നിയമിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ആദ്യപടിയായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടും നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുമുള്ള വിജ്ഞാപനങ്ങൾ സർവകലാശാല പുറത്തിറക്കി. ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത സർക്കാർ തന്നെയാണ് നിയമ സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകിയത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിയമ സർവകലാശാലയുടെ ചാൻസലർ. നിയമ സർവകലാശാലയുടെ നിലവിലെ നിയമത്തിൽ ചാൻസലറുടെ പ്രതിനിധി കമ്മിറ്റിയിലില്ല. സർക്കാർ പ്രതിനിധി, ബാർ കൗൺസിൽ പ്രതിനിധി, UGC പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. UGCയുടെ പുതിയ കരട് ചട്ടത്തിൽ സർക്കാർ പ്രതിനിധിക്ക് പകരം ചാൻസലറുടെ പ്രതിനിധിയും യൂണിവേഴ്സിറ്റി പ്രതിനിധിയും ഉണ്ടാകും. യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ നൽകാൻ സർക്കാർ വിസമ്മതിച്ചതുകൊണ്ട് സംസ്ഥാന സർവകലാശാലകളിൽ ഗവർണർക്ക് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ടില്ല. പകരം സമാന്തരമായി സർക്കാർ തന്നെ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ചാൻസലർ നിക്ഷിപ്തമാക്കിയുള്ള കരട് നിയമം UGC പ്രസിദ്ധീകരിച്ചത്. കരട് നിയമം പിൻവലിക്കണമെന്ന ആവശ്യവുമായി സർക്കാർ സജീവമായുണ്ട്. നിയമസഭാ പ്രമേയവും പാസാക്കിയിരുന്നു. നിയമ സർവകലാശാലയ്ക്ക് സമാനമായി നിലവിലെ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലും VCമാരുടെ നിയമനം നടത്താൻ സർക്കാരിന് താല്പര്യമുണ്ടെന്നതിന്റെ തുടക്കമാണ് നിയമ സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണമെന്നാണ് ആക്ഷേപം. എന്നാൽ കമ്മിറ്റികൾ രൂപീകരിച്ച ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഹർജികൾ നിലവിലുള്ളതുകൊണ്ട് പുതിയ UGC നിയമം നടപ്പിലാക്കിയ ശേഷം VC നിയമന നടപടികൾ ആരംഭിച്ചാൽ മതിയെന്ന നിലപാടിലാണ് ഗവർണർ. ജനം, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.
കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 2 ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തി. ഇടുക്കി, കൊല്ലം ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, നമ്മൾ സാധാരണ മഴയ്ക്ക് റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ അത് കൂടുതലായി ഭൂമിയിലേക്ക് പതിക്കുന്ന സമയമാണ്. 2 ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റു വിവരങ്ങൾ? കൃഷ്ണരാജ്, 2 ദിവസം മുൻപ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി കേരളത്തിലുടനീളം സംസ്ഥാന വ്യാപകമായി തന്നെ മഴയുണ്ടായിരുന്നു, മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വേനൽ മഴ ലഭിച്ചോ എന്ന് കൂടി നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം താപനില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ മഴയ്ക്കാണ് നമ്മൾ ഈ റെഡ് അലേർട്ടും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വേനലിനും ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, കൊല്ലം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പോലും സഹിക്കാൻ കഴിയാത്തത്രയും ചൂടാണ്. അപ്പോൾ റെഡ് അലേർട്ട് ആണ് കൊല്ലം, ഇടുക്കി ജില്ലകളിലെങ്കിൽ അവിടുത്തെ താപനില എത്രത്തോളം ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റായി ഭൂമിയിൽ പതിക്കുന്നതാണ് ഇത്രയും ചൂടിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം ഒരു 4 മണി വരെയുള്ള സമയത്താണ് ഈ ഒരു അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നത്. ഈ ഒരു ഭൂമിയിലെത്തുമ്പോൾ ഇതിന് തീക്ഷ്ണത കൂടുതലാണെന്നും ഇത് മനുഷ്യന്റെ ശരീരത്തിൽ ഡയറക്റ്റായി ഏറ്റു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നും മറ്റ് ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, സൂര്യാഘാതം, അതുപോലെ തന്നെ സൂര്യതാപം ഏറ്റിട്ടുള്ള ശരീരത്തിലുള്ള മുറിവുകൾക്കും അങ്ങനെ മറ്റ് ചില ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ റെഡ് അലർട്ടിന് സൂചകമായ താപനിലയാണ് തിരുവനന്തപുരത്തും ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലും താപനില അതികഠിനമാണ്. താപനിലയേക്കാൾ കൂടുതലും അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റായി ഭൂമിയിൽ പതിക്കുന്നതാണ് ഈ ഒരു ചൂട് ഇത്ര വേഗത്തിൽ കൂടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് നമുക്കിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും വ്യക്തമാകാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ താപനില ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക്, അതുപോലെ മറ്റ് ഭൂമിയിലെ ഈ ഒരു താപനില കാരണം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭീതിയിലാണ്. ഈ ചൂട് കൂടിയ 11 മുതൽ 3 മണി വരെയുള്ള സമയം അധികമായി പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങിയാൽ നന്നാകും എന്നാണ് നേരത്തെയുള്ള മുന്നറിയിപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ. ഡൽഹി അക്ബർ റോഡിൻ്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. അക്ബർ റോഡിലെ സൈൻ ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ചാണ് പ്രതിഷേധം. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണന്റെ റിപ്പോർട്ട്. അധിനിവേശ ശക്തികളുടെ എല്ലാ അടയാളങ്ങളും തേച്ചു മായ്ച്ചു കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ശക്തമാകുന്നത്. ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഥികളിൽ ഒന്നാണ് അക്ബർ റോഡ്. രാജ്യതലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഈ റോഡിൽ ഇത്തരം ധാരാളം സൈൻ ബോർഡുകളുണ്ട്. ഈ സൈൻ ബോർഡുകളിലെല്ലാം ഇന്നലെ രാത്രിയിൽ സ്പ്രേ പെയിൻറ് ചെയ്യുകയും ഈ അക്ബർ റോഡ് എന്നത് മായ്ച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഭാരതത്തിൻ്റെ ദേശീയ പുരുഷന്മാരായിട്ടുള്ള ഛത്രപതി ശിവജിയുടെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് ചൗഹാന്റെയും റാണ പ്രതാപിന്റെയും ഒക്കെ പോസ്റ്ററുകൾ, ചിത്രങ്ങൾ ഈ ബോർഡുകൾക്ക് മുന്നിൽ പതിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇന്നലെ രാത്രിയിൽ രാജ്യതലസ്ഥാനത്തുണ്ടായത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിലെ തന്നെ തുഗ്ലക് റോഡിലെ ഇത്തരം സൈൻ ബോർഡുകൾ മായ്ച്ചുകൊണ്ട് ഹിന്ദു രാജാക്കന്മാരുടെയോ ഭാരതത്തിൻ്റെ ദേശീയ പുരുഷന്മാരുടെയോ പേര് ആ റോഡുകൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് സമാനമായ പ്രതിഷേധമുണ്ടായി. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം സാംബാജി നഗറിൽ നിന്നും എടുത്തു മാറ്റണം, അല്ലെങ്കിൽ അത്തരം ഒരു ശവകുടീരം അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കേണ്ടതില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള സംഘടനകളാണ് മഹാരാഷ്ട്രയിൽ പ്രതിഷേധിക്കുന്നത്. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉയർന്നൊരു ആവശ്യം നമ്മുടെ നാട്ടിലേക്ക് അധിനിവേശം നടത്തിയിട്ടുള്ള ഇസ്ലാമിക ശക്തികളുടെ പേരുകൾ വെച്ചുകൊണ്ടുള്ള റോഡുകളോ അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നതായ അവരുടേതായിട്ടുള്ള അടയാളങ്ങളോ എല്ലാം തേച്ചു മായ്ച്ച് കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഓരോ ദിവസവും ശക്തമാകുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രാജ്യതലസ്ഥാനത്ത് അക്ബർ റോഡിൻ്റെ സൈൻ ബോർഡുകൾ മായ്ച്ചുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇവിടെ നടന്ന പ്രതിഷേധം. ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.
യമനിലെ ഹൂതി ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് നിർത്തിവെക്കണമെന്നും ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടു. ഹൂതി ശക്തി കേന്ദ്രമായ യമനിലെ സനായിൽ അതിശക്തമായ ആക്രമണം അമേരിക്ക തുടരുകയാണ്. അതിരൂക്ഷമായ ആക്രമണമാണ് ഹൂതികൾക്കെതിരെ അമേരിക്ക നടത്തുന്നത്. ഹൂതികൾക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കാലങ്ങളായി ഹൂതി ഭീകരരെ പ്രയോജനപ്പെടുത്തി അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ആക്രമണം തുടരുകയാണ് ഇറാൻ. ഈ അടുത്ത കാലത്ത് ആയുധങ്ങൾ ഇറാൻ വിതരണം ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ കൂടി വലിയ അളവിൽ അവ നൽകുന്നുണ്ട്. ഈ നടപടി വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചെങ്കടലിൽ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിന് അമേരിക്ക വിന്യസിച്ച പടക്കപ്പൽ ഹാരി എസ് ട്രൂമാനെതിരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ 3 ദിവസമായി അതിശക്തമായ ആക്രമണമാണ് യമനിൽ അമേരിക്ക നടത്തുന്നത്. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ ഹൂതികളുടെ ഇടപെടൽ നിയന്ത്രിക്കുക കൂടിയാണ് അമേരിക്കയുടെ ആക്രമണത്തിന്റെ ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആധിപത്യത്തിന് തടയിടാൻ ഭാരതത്തിന്റെ പിന്തുണ തേടി ഫിലിപ്പീൻസ്. അമേരിക്ക, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സ്ക്വാഡിലേക്ക് ഭാരതത്തിനും ക്ഷണം. റൈസിന ഡയലോഗിൽ പങ്കെടുത്ത ഫിലിപ്പീൻസ് സായുധ സേനാ മേധാവിയാണ് ക്ഷണിച്ചത്. We leverage our alliances and our partnerships with like-minded nations. And in fact, we have created what we call the Squad, which is composed of 4 countries, the Philippines, Japan, the United States, and Australia. And soon, together with Japan, we have been pushing this, and together with our partners, we're trying to expand the Squad to include India and probably the South Korea. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് വത്തിക്കാൻ. വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ശ്വസിക്കാൻ കഴിയുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂമോണിയ ബാധയെ തുടർന്ന് 1 മാസത്തോളമായി ആശുപത്രിയിൽ കഴിയുകയാണ് മാർപ്പാപ്പ. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് അടക്കം 3 പേർ കുറ്റക്കാർ. 2ാം പ്രതി ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവരും കുറ്റക്കാരെന്ന് മലപ്പുറം കോടതി കണ്ടെത്തി. ശിക്ഷ ഈ മാസം 22-ന് വിധിക്കും. 13 പ്രതികളിൽ ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടു. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതക കേസ്. കേസിൽ 15 പ്രതികളിൽ 13 പ്രതികളാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. 14ാം പ്രതി ഫാസിൽ മരണപ്പെട്ടു. 15ാം പ്രതി ഷമീമിനെ പിടികൂടാനായില്ല. ഈ കേസിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 1ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ. മറ്റു പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നിവ കണ്ടെത്തി. ശിക്ഷാവിധി ഈ മാസം 22-ലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു. അതിൽ മുൻ SP ശ്രീ സുജിത സൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള ടീം ഔട്ട്സ്റ്റാൻഡിംഗ് ജോബ് ഉണ്ട്. ഇതിലെ ഓരോ പ്രതിബന്ധങ്ങളും 88ാം ദിവസം ചാർജ് കൊടുത്ത കേസും കൂടിയാണ്. ഇതിൽ കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടന്നത്. എന്റെ ഇൻസ്പെക്ടർ, മലപ്പുറം ഇൻസ്പെക്ടർ വിഷ്ണു ഔട്ട്സ്റ്റാൻഡിംഗ് ജോബ് ഉണ്ട്. സജു ആണ് അന്നത്തെ ഡിവൈഎസ്പി. മഞ്ചേരി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് M. തുഷാർ ആണ് വിധി പറഞ്ഞത്. മൃതദേഹമോ അവശിഷ്ടമോ കണ്ടെത്താതെ നരഹത്യ തെളിയിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ ആദ്യ കേസാണ് ഇത്. 2019 ഓഗസ്റ്റ് 1-ന് മഞ്ഞപ്പിത്ത ചികിത്സയുടെ രഹസ്യം ചോർത്താൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ പൂട്ടിയിട്ട് 1 വർഷത്തിലേറെ ക്രൂരമായി പീഡിപ്പിച്ചു. 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് കേസ്. കേസിൽ 80 സാക്ഷികളെ വിസ്തരിച്ചു. ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹം ലഭിക്കാതെയാണ് വിചാരണ പൂർത്തിയാക്കിയത്. ജനം, മലപ്പുറം. M. ശ്രീഹർഷൻ എഴുതിയ മഹാകവി അക്കിത്തത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുത്തുകാരൻ P. വിജയകൃഷ്ണൻ പ്രകാശനം ചെയ്തു. പാലക്കാട്ടെ മഹാകവിയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരനും വിവർത്തകനുമായ ആർസു പുസ്തകം ഏറ്റുവാങ്ങി. നിരൂപകനും പ്രഭാഷകനുമായ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പുസ്തക പരിചയം നടത്തി. ഡോക്ടർ ഗോപി പുതുക്കോട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കാവാലം ശശികുമാർ, എഴുത്തുകാരി K. രമ, മയിൽപീലി മാനേജിംഗ് എഡിറ്റർ KP ബാബുരാജ്, N. ഹരീന്ദ്രൻ, KU പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു.
വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.